Hello, my dear students. Welcome to my channel. Today, discuss about some mathematics question paper model. Okay. Count and write. എണ്ണി എഴുതാനാണ്. ബോൾ ഉണ്ടല്ലേ ഒരു ബോക്സിൽ. അപ്പം എല്ലാവരും പെൻസിൽ വെച്ചിട്ട് ടച്ച് ചെയ്തിട്ട് എണ്ണണം. ഫാസ്റ്റിൽ പോയാൽ തെറ്റിപ്പോവും. എല്ലാവരും എണ്ണിക്കേ. 1 2. എല്ലാവരും എണ്ണിക്കേ. എത്ര കിട്ടി? എല്ലാവരും ഒന്ന് പറഞ്ഞ്. ടീച്ചർക്ക് 40 കിട്ടി. 40 ആണോ എല്ലാവർക്കും കിട്ടിയത്? 40 ആണല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഓറഞ്ച് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. എല്ലാവരും ഒന്ന് എണ്ണിക്കേ. 70. 6 മാർക്ക്. ഓരോന്നിനും 3 മാർക്കാണ് കേട്ടോ. ഇനി നമുക്ക് സ്പെല്ലിങ് എഴുതാണ്ട്. റൈറ്റ് ദ നമ്പേഴ്സ്, നെയിം ഓഫ് ദ ഫോളോയിങ്. കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ പേര് എഴുതാനാണ്. അപ്പം എല്ലാവരും 20 വരെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചിട്ട് പോവുക കേട്ടോ. 5 10 70 20. 20 വരെ എല്ലാവരും സ്പെല്ലിങ് പഠിച്ചിട്ട് പോവുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. മാച്ച് ദ ഫോളോയിങ്. മാച്ച് ചെയ്യാനാണ്. അപ്പോൾ തെറ്റാതെ എണ്ണണം. ഒന്ന് തെറ്റി നമ്മൾ ഇതെല്ലാതും തെറ്റിപ്പോവും. 1 2 3 4 5 6 7. ഇനി പാരറ്റ് 1 2 3 4 5 6 7 8 9 10. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. അപ്പോൾ 80. ഇനി പപ്പിക്കുട്ടി ഉണ്ടല്ലോ ഇവിടെ. 1 2 3 4 5 6 7 8 9. ഓക്കെ. എത്ര മാർക്കാണ്? 8 മാർക്ക്. തെറ്റിപ്പോവരുത്. ടച്ച് ചെയ്തിട്ട് തന്നെ സാവധാനത്തിൽ എണ്ണി നോക്കിയിട്ട് മാച്ച് ചെയ്യണം കേട്ടോ. ഡ്രോ ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫില്ലാക്കാനാണ്. 10 and 1 ഈസ്. 10 കൂടെ 1 ആഡ് ചെയ്ത് എത്രയാണ്? 11. 10 and 7 ഈസ് എത്രയാണ്? 10 കൂടെ 7 ആഡ് ചെയ്താൽ 17. അപ്പോൾ 20 വരെ എല്ലാവരും പഠിച്ചിട്ട് പോവുക. 10 and 5 ഈസ് 15. 10 and 8 ഈസ് 18. ഓക്കെ. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ മാർക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കം ബിഫോർ. നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പിറകെയുള്ള നമ്പർ എഴുതാനാണ്. 50. 50ൻ്റെ ബാക്കിൽ ആരാണ്? 40. 35ൻ്റെ ബാക്കിൽ 34. 48ൻ്റെ 47. 27ൻ്റെ 26. അപ്പോൾ 50 വരെ നമ്പേഴ്സ് എഴുതിയിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് പഠിക്കണം. റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കം ആഫ്റ്റർ. ഇപ്പോൾ ബിഫോറാണ് നമ്മൾ എഴുതിയത്. ഇനി ആഫ്റ്റർ. 25 കൊടുത്തിട്ടുണ്ട്. 25ൻ്റെ നെക്സ്റ്റ് നമ്പർ 26. 36 കൊടുത്തിട്ടുണ്ട്. 37. 48 ഉണ്ട്. 40 പറഞ്ഞ എല്ലാവരും. 49. 70 ഉണ്ട്. നെക്സ്റ്റ് നമ്പർ 18. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7. റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കം ബിറ്റ്വീൻ. ബിറ്റ്വീൻ സെൻട്രലുള്ളതാണ് അല്ലേ. 11ഉം 13 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ആരാണ്? 12. 32ഉം 34ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 32 എണ്ണി നോക്കുക. 33. ഓക്കെ. 39ഉം 41ഉം ഉണ്ട്. അപ്പോൾ 40. 45ഉം 47ഉം ഉണ്ട്. 46. അപ്പോൾ ബിഫോറും ആഫ്റ്ററും ബിറ്റ്വീനും എന്തായാലും പഠിക്കുക. ഓരോന്നിനും 4 മാർക്ക് വീതം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. എന്താ പറഞ്ഞിട്ടുള്ളത്? അസെൻഡിങ് ഓർഡർ എഴുതാൻ. ഇവിടെ കുറച്ച് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 1 കൊടുത്തിട്ടുണ്ട്. പിന്നെ 10 ആണ്, 2 ആണ്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി പോവുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി പോവുക. 1 2 പിന്നെ 3 എഴുതുക. 4 5 6 7 8 9 10. 5 സ്കോറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും പഠിക്കണം. നമ്പർ 9. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാണ്. സിമ്പിളല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതി പോയാൽ മതി അല്ലേ. ഓക്കെ.
നെക്സ്റ്റ് കൗണ്ട് ആൻഡ് മാച്ച് ദ നമ്പേഴ്സ് നെയിംസ്. നമ്മൾ പഠിച്ചതല്ലേ ഇതൊക്കെ. ആദ്യം സ്റ്റാറിനെ എണ്ണ നോക്കുക, കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. 12 നമുക്ക് 12ൻ്റെ ഒക്കെ സ്പെല്ലിങ് അറിയണം, അപ്പോഴേ നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. 12. അപ്പം എന്തായാലും 20 തന്നെയാവും അല്ലേ. 20. എന്നാലും ഒന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് കേട്ടോ. 2 മാർക്കാണ്. ഇനി ഹൗ മെനി ലെഗ്സ് ഹാവ് എ ടേബിൾ. ഒരു ഓറൽ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ലെഗ്സ് ഹാവ് എ ടേബിൾ. ടേബിളിന് എത്ര കാലുണ്ട്? നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? എല്ലാവരും ടേബിൾ ഒന്ന് നോക്കിക്കേ. ടീച്ചറെ വീട്ടിലെ ടേബിളിന് 4 ലെഗ്സ് ആണ്. നിങ്ങളുടെ വീട്ടിലോ? അതെ, 4 ആണല്ലേ. എത്ര മാർക്ക് കിട്ടി നമുക്ക്? 2. ഷോ 9 ഫിംഗേഴ്സ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കയ്യിൽ 9 ഫിംഗേഴ്സ് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഹാൻഡ്സ് എടുത്തേ. എണ്ണി കൗണ്ട്. 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സിമ്പിൾ ആവട്ടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ. ഓക്കേ.